ജൂലൈ 30-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റീസെൻ്റ് ആയിട്ട് റാവു IAS സ്റ്റഡി സർക്കിളിൻ്റെ ബേസ്മെൻറ്റിൽ വെള്ളം കയറിയിട്ട് 3 IAS ആസ്പിരൻസ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഒരു ഹ്യൂമൻ ഫെയിലിയർ എന്നാണ് ഇതിനെ എഡിറ്റോറിയൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് ഈ ഒരു വിഷയം, എന്താണ് ഈ വാർത്ത എന്ന് നമുക്ക് നോക്കാം. റീസെൻ്റ് ആയിട്ട് റാവു IAS സ്റ്റഡി സർക്കിളിൻ്റെ ബേസ്മെൻറ്റിൽ ഒരു ലൈബ്രറി പ്രവർത്തിച്ചിരുന്നു. അവിടത്തേക്ക് വെള്ളം കയറുകയും ഊജാനലിൽ നിന്നുള്ള വെള്ളം കയറുകയും 3 UPSC ആസ്പിരൻസ് പഠിക്കുകയായിരുന്ന സ്റ്റുഡൻസ് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അപ്പോൾ ആക്ച്വലി എന്താണ് അത്തരത്തിലുള്ള ബേസ്മെന്റ്സുകളെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് എന്താണെന്നാണ് നോക്കുന്നതായിരുന്നു. അതായത് ഈ ബിൽഡിങ്ങുകളുടെ ബേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ആയിട്ടുള്ള ആക്സസ് ഉള്ളതും അതേപോലെ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള വെന്റിലേഷൻ ഉള്ള സ്ഥലങ്ങളുമാണ്. അപ്പോൾ ഇതിൽ വെള്ളം ട്രാപ്പ് ആയി കഴിഞ്ഞാൽ അത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അത് വെള്ളം വരുവാണെങ്കിൽ ആദ്യം നിറയാൻ സാധ്യതയുള്ള സ്ഥലവും ബേസ്മെന്റ് ആണ്. നോർമലി ഇത്തരത്തിലുള്ള ബിൽഡിങ്ങുകളുടെ ബേസ്മെന്റുകൾ പണിയുമ്പോൾ അതിലെ ഹാബിറ്റേഷൻ അലൗഡ് അല്ല. അതായത് ഹ്യൂമൻസിന് സ്റ്റേ ചെയ്യാൻ വേണ്ടി പറ്റില്ല, നിൽക്കാൻ വേണ്ടി പറ്റില്ല. അതായത് പ്രധാനമായിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തെങ്കിലും സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പാർക്കിംഗ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റുകളോ ജനറേറ്ററുകളോ ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ബേസ്മെന്റ് ഫെസിലിറ്റീസ് നോർമലി പ്രൊവൈഡ് ചെയ്യുന്നത്. ഹാബിറ്റേഷൻ എന്ന് പറയുന്നത് ഓഫീസുകളായിട്ടോ റെസിഡൻസ് ആയിട്ടോ ലൈബ്രറി ആയിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇത്തരത്തിലുള്ള ബേസ്മെന്റുകളിൽ അലൗഡ് അല്ല. ഈവൻ ക്ലാസ് റൂമുകൾ പോലും ഒരു ഹാബിറ്റേഷൻ ആയിട്ടാണ് കാണുക, അല്ലെങ്കിൽ ഒരു സ്റ്റഡി സെന്റർ പോലും ഒരു ഹാബിറ്റേഷൻ ആയിട്ട് കാണുക, അത് അലൗഡ് അല്ല എന്നുകൂടി ഓർത്തുകൊണ്ടാണ്. അതായത് ഒരു ഹാബിറ്റേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റഡി സെന്ററിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ മണിക്കൂറുകളോളം സ്റ്റുഡൻസ് ചെലവഴിക്കും. സോ അത് ഒരു ഹാബിറ്റേഷനായി മാറും, അത് ബേസ്മെന്റിൽ അലൗഡ് അല്ല. അപ്പോൾ നിയമവിരുദ്ധമായിട്ടാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നതെന്ന് ഓർത്തുകൊണ്ട്. അതുപോലെ തന്നെ ആ ഒരു ബേസ്മെന്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഹാബിറ്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതല്ല എന്നറിയാം. അപ്പോൾ അത് ഹാബിറ്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിന്റെ വാല്യൂ ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം വരും എന്നുകൂടി ഓർത്തുക്കാം. അതായത് എന്തുകൊണ്ട് ഈ ഒരു ബേസ്മെന്റ് ഇത്തരത്തിലുള്ള ഒരു ഹാബിറ്റേഷൻ പർപ്പസിന് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ ഇത്തരത്തിലുള്ള ടാക്സ് സേവ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് മറ്റുമൊക്കെയാണെന്ന് കൂടി ഓർത്തു വെക്കുക. ഇല്ലെങ്കിൽ ഒരു ഫ്ലോർ കൂടി പണിയേണ്ടതാണ്. അപ്പൊ ഇത്തരത്തിൽ അനുവദനീയമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഈ ഒരു ബേസ്മെന്റ് മറ്റും ഉപയോഗിക്കുന്നത് അവർ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് ആ ഹാബിറ്റേഷന് വേണ്ടിയിട്ടുള്ള ടാക്സസോ മറ്റു കാര്യങ്ങളൊന്നും പേ ചെയ്യുന്നില്ല. അതായത് ഈ ഒരു നികുതി വെട്ടിപ്പൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതും കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ ആക്ച്വലി പല ബിൽഡിങ്ങുകളുടെയും ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ബേസ്മെന്റുകൾ ഇൻകം ജനറേറ്റേഴ്സ് ആയിട്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കടകളായിട്ടും മറ്റൊക്കെ ഉപയോഗിക്കുന്ന കാണാൻ വേണ്ടി പറ്റുമെന്നുകൂടി ഓർത്തു വെക്കാം. അപ്പൊ ഡൽഹിയിൽ ഇത്തരത്തിലുള്ള ബിൽഡിങ്ങുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഡൽഹി മാസ്റ്റർ പ്ലാൻ 2021 പറയുന്നുണ്ട് ബേസ്മെന്റ് കോച്ചിങ് സെന്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് ക്ലിയറൻസ് ഫ്രം ഫയർ അതോറിറ്റീസ് ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആസ് പെർ റിലവന്റ് ലോസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പെർമിറ്റുകൾ ഇവിടെ റാവു IAS സ്റ്റഡി സർക്കിൾ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട്. കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒന്നും വരുന്നില്ല. ഇതിൽ പ്രധാനമായിട്ടും അവിടെ ഉദ്യോഗസ്ഥരെ ബ്രൈബ് ചെയ്തിട്ടും മറ്റുമൊക്കെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു അനുമതി നേടിയെടുത്തത് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളും വരുന്നുണ്ട് എന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഇതിന്റെ മറ്റൊരു ഇഷ്യൂ നോക്കുവാണെങ്കിൽ ഇത് ഡൽഹിയുടെ മാത്രം പ്രശ്നമല്ല, അല്ലെങ്കിൽ റാവു IAS സ്റ്റഡി സെന്ററിന്റെ മാത്രം പ്രശ്നമല്ല, ഇത് ഇന്ത്യയിലെ എല്ലാ സിറ്റികളുടെയും പ്രശ്നമാണ്. അതായത് ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ ഫ്ലഡ് ആവുന്നു, വെള്ളപ്പൊക്കം ആവുന്നു എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ അവിടുത്തെ നാച്ചുറൽ ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് അതിനെ അൾട്ടർ ചെയ്യുകയും അതിനെ ലാൻഡ് യൂസ് പാറ്റേൺ ഒക്കെ ചേഞ്ച് ചെയ്യുകയും ഒക്കെ ചെയ്ത് ഹഫസാഡ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കൺസ്ട്രക്ഷൻ രീതികളൊക്കെ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഏകദേശം 1.5 മീറ്റേഴ്സ് ലെവലിൽ വരെ വെള്ളം ലെവലിൽ ഉയരുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഈവൻ ആ ഒരു ലെവലിൽ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാലും ഒരു തരത്തിലുള്ള ദുരന്തം ഉണ്ടാവാത്ത രീതിയിൽ ബിൽഡിങ്ങുകളുടെ കൺസ്ട്രക്ഷൻ മാറ്റുക, അതുപോലെ തന്നെ കോൺക്രീറ്റ് നോൺ പോറസ് ആയിട്ടുള്ള വാൾസ് ഉണ്ടാക്കുക, ഫ്ലഡ് ബാരിയർ ഗേറ്റ്സ് ഉണ്ടാക്കുക, നോൺ റിട്ടേൺ വാലുകൾ ഉണ്ടാകുക. അതായത് ഇത്തരത്തിലുള്ള ബേസ്മെന്റുകളിലേക്കും ബിൽഡിങ്ങുകളിലേക്കും വെള്ളം കയറുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കുക. കൃത്യമായിട്ടുള്ള പമ്പിംഗ് ഔട്ട് അറേഞ്ച്മെന്റ്, അതുപോലെ തന്നെ ഇവിടെ സീവേജ് ലൈനിൽ നിന്നാണ് വെള്ളം കയറിയിട്ടുള്ളത്. സോ ആ സീവേജ് ലൈനുകൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുവാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ആക്ച്വലി ഓവറോൾ സിറ്റിയുടെ ഇഷ്യൂ കൂടിയാണ് ഈ ഒരു പ്രശ്നം. അതൊരു സ്റ്റഡി സെന്ററുമായി മാത്രം ബന്ധപ്പെട്ടതല്ല എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട്. അടുത്തൊരു വാർത്ത, വെസ്റ്റ് ഏഷ്യൻ കോൺഫ്ലിക്റ്റുകൾ വർദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ റീസെന്റ് ആയിട്ട് ഹിസ്ബുള്ള സിറിയയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തിൽ, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള സിറിയൻ പ്രദേശത്തൊക്കെ അറ്റാക്ക് ചെയ്ത് നമ്മൾ കണ്ടിരുന്നു, ഗോളൻ ഹൈറ്റിലൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം എവിടെയാണ് ഈ ഒരു പ്രശ്നം, എന്താണ് നിലവിലത്തെ സാഹചര്യം എന്നുള്ളത്. അതായത് ഇസ്രായേലിന്റെ നോർത്തേൺ ബോർഡറിൽ
ലെബനന്റെ പവർഫുൾ ആയിട്ടുള്ള ഷിയ മിലിറ്ററി ഗ്രൂപ്പ് ആയിട്ടുള്ള ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ അക്രമം നടന്നു. റീസെന്റ് ആയിട്ട് ഗോളൻ ഹൈറ്റിൽ അക്രമം നടത്തി 10-12 ആൾക്കാരോട് മരണപ്പെട്ടതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആക്ച്വലി ഇത് ഇസ്രായേൽ ഗാസ വാർ ലോഞ്ച് ചെയ്തതിനു ശേഷം ഹിസ്ബുള്ള റോക്കറ്റ് അറ്റാക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിസ്ബുള്ള എന്ന് പറയുന്നത് ലെബനന്റെ മിലിറ്ററി ഗ്രൂപ്പാണ്, അവിടുത്തെ ഒരു മിലിറ്ററി ഗ്രൂപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവർ ആക്ച്വലി ഈ ഒരു അപ്പർ ഗലീലി എന്ന് പറയുന്ന റീജിയൻ, അതായത് നോർത്തേൺ ഇസ്രയേലിലുള്ള അപ്പർ ഗലീലി റീജിയൻ ആണ് പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പൊ ഈ ഒരു ഹിസ്ബുള്ള എന്ന് പറഞ്ഞ ടീം അവർ ക്ലെയിം ചെയ്യുന്നത് വെച്ചാൽ അവർ ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ എടുത്തിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. മറിച്ച് അവർ പറയുന്നത് വെച്ചാൽ അവർ IDF പോസ്റ്റുകൾ ഒക്കെയാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് അവിടെ ഇസ്രയേലിന്റെ ഇല്ലീഗൽ ഒക്യുപ്പേഷൻ ഉണ്ട്, അതിനെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പൊ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസിന്റെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസിന്റെ ഗാസ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് പാലസ്തീൻ സിവിലിയൻസിനെ ഓൾറെഡി അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി സിവിലിയൻ നെയ്ബർഹുഡിലേക്കും അതിന്റെ ഇമ്പാക്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെതിരെയാണ് ഹിസ്ബുള്ളയുടെ ആക്ടിവിറ്റീസ് എന്നാണ് ഹിസ്ബുള്ള പറയുന്നതായിട്ടുള്ളത്. എന്നാൽ ഈ ഒരു ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം 2006 തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. 2006 ഹിസ്ബുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആർമി ഉണ്ടാക്കുകയും അവർ വളരെയധികം അവരുടെ വെപ്പൺ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുകയും അവരെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്ത് വെക്കണം. അപ്പൊ ഇതില് ഇറാന്റെ ഇൻവോൾവ്മെന്റും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആക്ച്വലി ഈ ഒരു പ്രദേശത്ത് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആക്രമണങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടാവുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ രണ്ട് പാർട്ടീസിനെയൊക്കെ വിളിച്ചിരുത്തി ഈ ഒരു പ്രശ്നം സെറ്റിൽ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇത് വൈഡ് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് ഓർത്ത് വെക്കാം. നമ്മൾ ഈ മൊത്തത്തിൽ വെസ്റ്റ് ഏഷ്യൻ കൺട്രി എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഏരിയ ആണ് നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുക. അപ്പൊ ഇതില് അനറ്റോളിയ റീജിയൻ എന്ന് പറയും, അത് ആക്ച്വലി തുർക്കി വരുന്ന റീജിയൻ ആണ്. പിന്നെ അറേബ്യൻ പെനിൻസുലയുണ്ട്, അറേബ്യൻ കൺട്രീസ് വരുന്ന ഇറാൻ ഉണ്ട്, മെസപ്പൊട്ടേമിയ അല്ലെങ്കിൽ ഇറാഖ്, മെസപ്പൊട്ടേമിയ, ഇതൊക്കെ മെസപ്പൊട്ടേമിയ പഴയ പേരാണ്, അനറ്റോളിയ തുർക്കിയുടെ പഴയ പേരാണ്. അതുപോലെ തന്നെ അർമേനിയൻ ഹൈലാൻഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ലെവന്റ് എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്. ലെവന്റ് എന്ന് പറയുന്ന റീജിയൻ ഈ മെഡിറ്ററേനിയൻ സീയുടെ ഈ ഒരു പ്രദേശമാണ്, അതായത് ഏകദേശം നമുക്കൊരു ഈസ്റ്റേൺ ബോർഡർ വരുന്ന പ്രദേശമാണ്. ഇസ്രായേൽ, ജോർദാൻ, ലെബനൻ, സിറിയ, പലസ്തീൻ, ഈ പ്രശ്നമാണ് എപ്പോഴും ഈ സ്ഥലമാണ് എപ്പോഴും വെസ്റ്റ് ഏഷ്യനിൽ ഇഷ്യൂവിൽ കിടക്കുന്ന സ്ഥലം ലെവന്റ് എന്ന് പറയുന്ന റീജിയൻ. ഇസ്രായേൽ, ജോർദാൻ, ലെബനൻ, സിറിയ, പലസ്തീൻ, അതായത് മെഡിറ്ററേനിയൻസിന്റെ ഈസ്റ്റേൺ റീജിയൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ സൈപ്രസ് ഐലൻഡ് ഉണ്ട്, ഇതും വാർത്തയിലുണ്ടായിരുന്നു. സിനൈൻ പെനിൻസുലയുണ്ട്, ഈജിപ്തിലെയാണ്. പിന്നെ സൗത്ത് കോക്കസസ് പ്രദേശമുണ്ട്, അർമേനിയ, ജോർജിയ, അസർബൈജാൻ വരുന്ന പ്രദേശമാണ്. അതായത് മെഡിറ്ററേനിയൻ സീയുടെ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഒക്കെയാണ് ഈ ഒരു അർമേനിയ, ജോർജിയ, അസർബൈജാൻ വരിക എന്ന് ഓർത്തുക. അപ്പോൾ വെസ്റ്റ് ഏഷ്യയിൽ ഇത്രയും റീജിയൻസ് ഉണ്ട്, വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ അനറ്റോളിയ തുർക്കിയാണെന്നും അതുപോലെ തന്നെ മെസപ്പൊട്ടേമിയ ഇറാഖ് ആണെന്നും അതുപോലെ തന്നെ ലെവന്റ് എന്ന് പറഞ്ഞ റീജിയൻ ഇതാണെന്നും സൗത്ത് കോക്കസസ് റീജിയൻ എന്ന് പറയുന്നത് ഇതാണെന്നും ഈ ഇന്നത്തെ പ്രദേശങ്ങളാണെന്നും ഓർത്ത് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ ഇത്രയും പ്രദേശമാണ് നമ്മൾ വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ലെവന്റ് എന്ന് പറയുന്ന പ്രദേശത്തെ നമുക്ക് ഈ ഒരു പ്രദേശത്തെയാണ് മെഡിറ്ററേനിയൻ സീയുടെ ഈസ്റ്റേൺ പ്രദേശമാണ് ലെവന്റ് എന്ന് പറയാൻ പറ്റും. നമ്മൾ ഇവിടെയാണ് നമ്മുടെ സൗത്ത് കോക്കസസ് എന്ന് പറയുന്ന റീജിയൻ പറഞ്ഞിട്ടുള്ളത്, തുർക്കി, അനറ്റോളിയ റീജിയൻ. ബാക്കിയുള്ളത് ഈ ഒരു ഗൾഫ് കൺട്രീസ്, ഈ ഒരു റീജിയൻ ഗൾഫ് കൺട്രീസ് ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഇഷ്യൂസുമായി ബന്ധപ്പെട്ടാണ്, പ്രത്യേകിച്ചും ട്രേഡുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.